ഈശോ നമ്മളെ വീണ്ടും വചനത്തിലേക്ക് വിളിച്ചതിനായിട്ട് നന്ദി പറയാം. നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിലെ 28-ാം അധ്യായത്തിലെ 13-ാം തിരുവചനത്തിൽ നിന്ന് വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: പരദോഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്നറിയാം, നമുക്കിന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. ഒരുപാട് പുതിയ പുതിയ വാർത്തകളിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. ഓരോ ദിവസവും മോട്ടോർ സൈക്കിളിലോ കാറിലോ യാത്ര ചെയ്യുന്ന പലരും, അതിൽ വാർത്തയൊന്നുമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു യാത്രയിൽ ഒരു യാത്രക്കാരന് അപകടം പറ്റിയാൽ അതിൽ വിശേഷമുണ്ട്. അതിനെപ്പറ്റി പറയും, പത്രത്തിൽ വാർത്ത വരികയും ചെയ്യും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നു എന്നതിന് പ്രത്യേകിച്ച് വാർത്താ വേലയൊന്നുമില്ല. എന്നാൽ രണ്ട് ദമ്പതികൾ തെറ്റിപ്പിരിഞ്ഞാൽ അതൊരു വാർത്തയായി. അങ്ങാടിയിലും അടുക്കളയിലും സോഷ്യൽ മീഡിയയിലും എവിടെയെല്ലാം വാർത്തയായെത്താമോ അവിടെയെല്ലാം വാർത്ത വരികയും ചെയ്യും. അതുപോലെ കൊലപാതകം, സംഘട്ടനം, അധികാര മത്സരം, ഇവയ്ക്കെല്ലാം ഇന്ന് വാർത്താ മൂല്യം ഒത്തിരിയുണ്ട്. മനുഷ്യനെയും സമൂഹത്തെയും നന്മകൾക്ക് വാർത്തയെന്ന നിലയിൽ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വാർത്താ മാധ്യമങ്ങളിലും സംഭാഷണങ്ങളിലെല്ലാം തന്നെ തിന്മയുടെ പ്രവർത്തനങ്ങളെ ആനുപാതികമില്ലാതെ രീതിയിൽ എടുത്തുയർത്തുന്നത് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് കാണാൻ സാധിക്കും. തിന്മയുടെ കഥകൾ മാത്രം കേൾക്കുന്ന നാം അറിയാതെ തന്നെ ലോകം മുഴുവൻ തിന്മയാണെന്നും എല്ലാ മനുഷ്യരും ദുഷ്ടരാണെന്നുമുള്ള ചിന്തയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വഴുതി വീഴും. അത് നന്മയില് വളരാനുള്ള നമ്മുടെ താല്പര്യത്തെ നിശേഷം നശിപ്പിച്ചു കളയുകയും ചെയ്യും. മനസ്സിനെ നിരാശപ്പെടുത്തും. ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പ്രത്യാശ നഷ്ടപ്പെട്ട നാം തിന്മയ്ക്കെതിരെ പോരാടാതെ അതിന് കീഴടങ്ങിപ്പോകും. സാത്താന്റെ വലിയൊരു തന്ത്രമാണിത്. അവൻ നന്മയെ തന്ത്രപൂർവ്വം മൂടിവെക്കുകയും തിന്മയെ മാത്രം ഉയർത്തിക്കാണിച്ച് താൻ ജയിച്ചുവെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണെന്ന്. എന്നാൽ സത്യം അതാണോ? അതല്ലതാണ്. ഒത്തിരി നന്മയുള്ള ആളുകൾ ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മൾ ഉരുൾപൊട്ടലുകളിൽ സഹായം എത്തിച്ച കൊച്ചു മനുഷ്യരെയും കൊച്ചു കുട്ടികളെയും ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ഏറ്റവും ചീത്തയെന്ന് കരുതപ്പെടുന്നവരിലും ഏറെ നന്മയുണ്ട്. സാത്താൻ അനേകം ഹൃദയങ്ങളെ കീഴടക്കിയിട്ടുണ്ടെങ്കിലും ദൈവരാജ്യം വളർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ, സത്യത്തിന്റെ കഥകൾ രചിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും ഇപ്പോഴും ധാരാളമുണ്ട്. നാം ഒറ്റയ്ക്കല്ല. സന്തോഷിക്കാനും പ്രതീക്ഷിക്കാനുള്ളതെല്ലാം കർത്താവ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നാം കണ്ടെത്തണം. അതിനെക്കുറിച്ച് നാം പറയണം, എഴുതണം. അതിലൂടെ നമ്മുടെയും ലോകത്തിൻ്റെയും സന്തോഷം വർദ്ധിക്കും. ഉറങ്ങിക്കിടക്കുന്ന നന്മകൾ ഉണർത്തപ്പെടും. പരദോഷം ദൈവത്തിന്റെ പ്രകാശത്തെ തടയുന്ന വലിയൊരു തിന്മയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ഓരോ പരദോഷകനും സാത്താന്റെ സാമ്രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടണം. അത് ആ സത്യത്തോടെ, അല്ലെങ്കിൽ ആ സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും വേണം. നിന്റെ സംഭാഷണം അത്യുന്നതിന്റെ നിയമങ്ങളെ പറ്റിയാകട്ടെ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 15 പറയുന്നു. വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്: പരദോഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇന്നും വചനത്തിലൂടെ നമ്മൾ പറയുന്നത്. മറ്റുള്ളവരിലെ നന്മയെ എടുത്തുയർത്തുവാനും അവരിലെ തിന്മയെ പ്രചരിപ്പിക്കുന്ന നമ്മുടെ പ്രവണതകൾ ഇല്ലാതായി തീരുവാനും നമുക്ക് പ്രാർത്ഥിച്ചേ മതിയാവൂ. എന്നാൽ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം അവരിൽ നന്മയില്ല എന്നതല്ല, മറിച്ച്
നമ്മുടെ ഹൃദയത്തിൽ തിന്മയുടെ കെട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഹൃദയം പാപത്തിൽ നിന്ന് വിമുക്തമാകുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണുകൾ നന്മകൾ കണ്ടെത്തി പ്രാപ്തി നേടാനും നമുക്കതിനായിട്ട് പ്രവർത്തിക്കാനും സാധിക്കും. ഈ ചിന്തയിലൂടെ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ കാലത്ത് ഒരുപാട് സോഷ്യൽ മീഡിയയും മറ്റുള്ള കാര്യങ്ങളും ഉള്ളപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാവരുടെയും കാണാൻ സാധിക്കുക തിന്മയുടെ വാർത്തകളായിരിക്കും. പ്രിയമുള്ളവരെ, നന്മയെ മൂടി വെച്ചുകൊണ്ട് തിന്മകളെ ഉയർത്തി കാണിക്കുമ്പോൾ പിശാച് അവൻ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കത് തിരുത്തണം, സത്യത്തെ നമുക്ക് ദർശിക്കണം, നമുക്കതിനു വേണ്ടി ഉൾക്കൊള്ളാൻ, സത്യത്തെ ഉൾക്കൊള്ളാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ ദൈവരാജ്യം കരസ്ഥമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വലിയ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ തരട്ടെ. നമുക്കൊന്ന് കണ്ണടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, നന്മകളെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവേ, എവിടെയും എല്ലാവരിലും കാണുന്ന തിന്മകളെ കാണുന്ന ഞങ്ങളുടെ മനസ്സിനെ നന്മ കാണാനും കാണിക്കാനും സാധിക്കണമേ. അതിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. കർത്താവെ, ചുറ്റുള്ള നന്മകളെ കാണാനായിട്ട് ഞങ്ങൾക്ക് അങ്ങ് ഇടവരുത്തണമേ. അതിനായിട്ട് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കടന്നു വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.